ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. അവർ ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും ഭരണകൂടത്തെയും മറ്റ് സ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്യുകയും പൊതു അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഈ സാമൂഹിക ഉത്തരവാദിത്തം മാധ്യമ പ്രവർത്തനത്തെ മറ്റ് സാധാരണ വ്യാപാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ചുരുക്കത്തിൽ, മാധ്യമ പ്രവർത്തനം ഇന്ന് ഒരു വ്യാപാരമായി വളർന്നിട്ടുണ്ടെങ്കിലും അതിന് ശക്തമായ സാമൂഹികവും ധാർമ്മികവുമായ അടിത്തറയുമുണ്ട്. ലാഭം നേടുന്നതിനൊപ്പം സത്യസന്ധമായ വിവരങ്ങൾ നൽകാനും സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മാധ്യമ പ്രവർത്തനം ഒരു തൊഴിൽ എന്നതിലുപരി ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. എന്നിരുന്നാലും ഇന്നത്തെ ലോകത്ത് മിക്ക മാധ്യമ സ്ഥാപനങ്ങളും ലാഭം ലക്ഷ്യമിട്ടുള്ള വ്യാപാര സംരംഭങ്ങൾ കൂടിയാണ്. ഒരു വ്യാപാരം എന്ന നിലയിൽ മാധ്യമ പ്രവർത്തനത്തിന് ചില പ്രത്യേകതകളുണ്ട്. മറ്റ് വ്യവസായങ്ങളെപ്പോലെ മാധ്യമങ്ങൾ വാർത്തകളും വിവരങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും അവ വായനക്കാരിലേക്കും പ്രേക്ഷകരിലേക്കും എത്തിക്കുകയും ചെയ്യുന്നു. ഇതിന് പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, റേഡിയോ സ്റ്റേഷനുകൾ, വെബ്സൈറ്റുകൾ തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ പരസ്യങ്ങൾ, വരിക്കാർ, പത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും വിൽപ്പന എന്നിവയാണ്. മാധ്യമരംഗത്ത് ധാരാളം സ്ഥാപനങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഓരോ മാധ്യമവും കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനും അതുവഴി കൂടുതൽ വരുമാനം നേടാനും ശ്രമിക്കുന്നു. മറ്റ് വ്യവസായങ്ങളെ അപേക്ഷിച്ച് മാധ്യമ പ്രവർത്തനത്തിന് കൂടുതൽ നിയമപരവും ധാർമ്മികവുമായ നിയന്ത്രണങ്ങളുണ്ട്. പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ കൃത്യവും നിഷ്പക്ഷവും ആയിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. മാധ്യമങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഒരു മാധ്യമത്തിൻ്റെ പ്രധാന ധർമ്മം എന്നത് ജനങ്ങളിലേക്ക് സത്യസന്ധമായ വാർത്തകൾ ശരിയായ രീതിയിൽ എത്തിക്കുക എന്നതാവണം. ഏതെങ്കിലും പക്ഷം ചേർന്നുള്ള മാധ്യമ പ്രവർത്തനം ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തിൽ മങ്ങലേൽപ്പിക്കാൻ ഇടയാക്കും. ഈ മേഖല ഒരു വ്യാപാരം കൂടിയാണ് എന്ന തിരിച്ചറിവോടെ വേണം നമ്മൾ ഓരോരുത്തരും ഇവയെ നോക്കിക്കാണാൻ. വാർത്തകൾ ഉൾക്കൊള്ളേണ്ട രീതിയിൽ മാത്രം ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.